ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇപ്പോൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് സിക്സ്ത് എക്സ്റ്റൻഷനെ കുറിച്ചാണ്. അത് ബൈബിളിൽ എങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു? കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഭാഗമായി ധ്യാനിച്ചത് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓരോ ചെറിയ ചെറിയ പോയിൻറ്റ്സ് ഓരോ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ വചനം ധ്യാനിക്കുന്നത് പോലെ അല്ല ചെയ്യുന്നത്. കാരണം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ത് നടക്കുന്നു, എന്ത് സംഭവിക്കുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ ശാസ്ത്രീയമായ അടിത്തറയോടുകൂടി വിലയിരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ക്ലൈമറ്റ് മാറിയാൽ എന്ത് സംഭവിക്കും? ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ മാവ് പൂക്കുന്ന സമയം, അതുപോലെ വൃക്ഷങ്ങളൊക്കെ പൂക്കുന്ന സമയം, ആ സമയത്ത് ആ പൂക്കൾ ഫലമായി തീരണമെങ്കിൽ അനുകൂലമായ കാലാവസ്ഥ വേണം. അപ്പോൾ ഈ വൃക്ഷങ്ങളൊക്കെ പൂത്തു വരുന്ന സമയത്ത് വലിയ കാറ്റും മഴയും ഉണ്ടാകുന്നു എന്ന് കരുതുക. അങ്ങനെ സംഭവിക്കാറുണ്ട് ഇപ്പോഴും. അങ്ങനെ സംഭവിച്ചാൽ ഈ പൂക്കളൊക്കെയും നശിച്ചു പോകും. ആ വർഷം യാതൊരു വൃക്ഷങ്ങളും ഫലം തരികയില്ല, കായ്കളൊന്നും ഉണ്ടാകുകയില്ല. അപ്പോൾ കൃഷി ചെയ്യുന്ന സമയത്ത് അതിനനുകൂലമായ കാലാവസ്ഥ ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, കൃഷിയെല്ലാം നശിച്ചു പോകും. അങ്ങനെ അനുകൂലമായ കാലാവസ്ഥ ലഭിക്കാതെ വന്നാൽ, അപ്രതീക്ഷിതമായി കാലാവസ്ഥയിൽ മാറ്റമുണ്ടായാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഡയറക്റ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലോകത്ത് വലിയ ഭക്ഷ്യ ദാരിദ്ര്യമുണ്ടാകും. ഭക്ഷണത്തിൻ്റെ സ്കേഴ്സിറ്റി, ഫുഡ് സ്കേഴ്സിറ്റി ഉണ്ടാകും. ഭക്ഷണത്തിൻ്റെ അഭാവമുണ്ടാകും. നിരന്തരമായി കാലാവസ്ഥ മാറി മറിഞ്ഞാൽ അത് ഇപ്പോൾ തന്നെ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആനുകാലികമായ പല സംഭവങ്ങളും പല ദേശത്തെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് വരും കാലങ്ങളിൽ വർദ്ധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് സുലഭമായി കിട്ടുന്ന ഭക്ഷണം നാളെ കാശുണ്ടായി കാശുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭക്ഷ്യവസ്തുക്കൾ കിട്ടാനില്ലാതായാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പണം കൊണ്ട് യാതൊരു ഉപയോഗവുമില്ലാതാകും. ഭക്ഷണത്തിനു വേണ്ടി നെട്ടോട്ടമോടേണ്ടി വരും. ഇത് ഞാൻ പറയുന്നത് ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഞാൻ എന്നും പറയുന്നത് പോലെ വളരെ ശാസ്ത്രീയമായ അടിത്തറയോടുകൂടിയാണ്. നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മൾ ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത്. ഇന്ന് നമ്മൾ എവിടെ തിരിഞ്ഞാലും ഭക്ഷണം വെറുതെ വേസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് നമ്മൾ കണ്ടുവരുന്നത്. അന്നന്നാവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു, അതിൻ്റെ ഉത്തരമായിട്ടാണ് എനിക്ക് ഇന്ന് ഭക്ഷണം ലഭിക്കുകയും ചെയ്യുന്നത് എന്ന് ചിന്തിച്ചാൽ പിന്നെ ഒരിക്കലും ഭക്ഷണം നാം വേസ്റ്റ് ചെയ്യില്ല. ഒരു മണി ചോറ് പോലും, അല്ലെങ്കിൽ ഒരു ഗ്രെയിൻ ധാന്യം പോലും നമ്മൾ വേസ്റ്റ് ചെയ്യില്ല. ഇന്ന് നമ്മുടെ സ്റ്റൈല് പകുതി കഴിച്ചിട്ട് പകുതി ആ പാത്രത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയില്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ നന്നാവില്ല എന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. ഭക്ഷണം വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ നമ്മൾ ശീലിക്കണം. ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത്. കാരണം അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഭക്ഷണത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു കാലം അത് വിദൂരമല്ലെന്ന് ഓർക്കണം. ഇനിയും രണ്ടാമത്തേത്, പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇന്ന് കിട്ടിയ ഭക്ഷണത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയണം. അതിന് വളരെ ഉത്തമ ഉദാഹരണങ്ങൾ ബൈബിളിൽ ഒന്നിലധികമുണ്ട്. അതിലെന്നെ സ്പർശിച്ച ഒരു കാര്യം,
ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 34 മുതൽ 39 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. വിശന്ന് വയറ് കത്തിയിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടി വിശന്ന് കഴിയുന്ന ഒരു സമയമാണ്. ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ കഴിയുന്ന സമയം. അവിടെ ദാനിയേലിന് ദൈവം വേറൊരു പ്രവാചകൻ മുഖേന ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് ആ സിംഹക്കുഴിയിൽ. ആ ഭക്ഷണം കിട്ടിയപ്പോൾ ദാനിയേൽ പ്രവാചകൻ ആ വിശപ്പിൻ്റെ തീവ്രത കൊണ്ട് കിട്ടിയ പാടെ കിട്ടാത്ത പാടെ അത് ഭക്ഷിക്കുകയല്ല ചെയ്തത്. അത്രമാത്രം വിശന്നിരുന്നിട്ടും മുമ്പിൽ ഭക്ഷണം കിട്ടിയപ്പോൾ ദാനിയേൽ പ്രവാചകൻ ആ ഭക്ഷണത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു, ദൈവത്തെ സ്തുതിച്ചു. അതിനുശേഷമാണ് ആ ഭക്ഷണം കഴിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്ത് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം ഇതാണ്. ഭക്ഷണം എപ്പോൾ കഴിച്ചാലും ആ ഭക്ഷണത്തെ ഓർത്ത് ദൈവത്തിന് ഒന്ന് നന്ദി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക. കഴിഞ്ഞ ഒരു 25 കൊല്ലത്തിലധികം എടുത്താൽ പ്രിയപ്പെട്ടവരെ, ഒരു ഗ്ലാസ് വെള്ളം പോലും ദൈവത്തിന് നന്ദി പറയാതെ ഞാൻ കഴിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. എന്ത് കിട്ടിയാലും ഒരു സെക്കൻഡ് ദൈവത്തിന് നന്ദി പറഞ്ഞ ശേഷം മാത്രമേ കഴിച്ചിട്ടുള്ളൂ, കുടിച്ചിട്ടുള്ളൂ. വളരെ എളിമയോടെ എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമുക്ക് 2 തീരുമാനങ്ങൾ ഭക്ഷണത്തെ പറ്റി എടുക്കണം. ഒന്ന്, ഭക്ഷണം അത് ദൈവം തരുന്ന സമ്മാനമാണ്. നാളെ ഇത് പണമുണ്ടെങ്കിലും ലഭിക്കാത്ത ഒരു കാലം വരും. വചനത്തിന് മാറ്റമില്ല. അതുകൊണ്ട് ഭക്ഷണം വേസ്റ്റാക്കാതിരിക്കുക, വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കുക. അതുപോലെ മുമ്പിൽ കിട്ടുന്ന ഭക്ഷണം അത് ദൈവത്തിന് നന്ദി പറഞ്ഞ ശേഷം മാത്രം കഴിക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.